പ്രിയ പ്രേക്ഷകരെ, ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ മാസം തീരും മുമ്പ് കുറച്ച് നക്ഷത്ര ജാതകർക്ക് സുവർണ അവസരങ്ങൾ കൈവരുകയാണ്. ഇനി നക്ഷത്ര ജാതകർ പണം കൊണ്ട് അമ്മാനമാടാൻ പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. നമുക്ക് ആദ്യം തന്നെ മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സുവർണ അവസരങ്ങൾ എന്തൊക്കെയെന്ന് ഒന്ന് മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ ചിലവുകളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭങ്ങൾ നേടാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി സുഖ അനുഭവങ്ങൾ കൂടുതലായിട്ട് വരും. പലവിധ രോഗാരിഷ്ഠതകളും ഇവരെ വിട്ടൊഴിയും. മനസ്വസ്ഥത വർദ്ധിക്കും. മക്കളുടെ രോഗാവസ്ഥകൾ മൂലം കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് അതിൽ നിന്നൊരു ശമനം പ്രതീക്ഷിക്കാം. ശത്രുഭയവും രോഗഭീതിയും ഒക്കെ ഈ കാലഘട്ടത്തിൽ വളരെ കുറവായിരിക്കും. ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രായോഗിക ബുദ്ധി വിജയത്തിലേക്ക് നയിക്കും. സന്താന ഉൽപാദനത്തിനായിട്ട് ചികിത്സ ചെയ്യുന്നവർക്ക് ഫലം കാണും. ധനലാഭങ്ങൾ ഉണ്ടാകും. ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സാധ്യമാകും. ദാമ്പത്യ പ്രശ്നങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം വേണ്ടവർക്ക് അതിനായിട്ട് ശ്രമിക്കാം. സർക്കാർ ജോലിക്കാർ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം. ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായങ്ങൾ ലഭ്യമാകും. കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യണം. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെത്തിപ്പൂമാല ചാർത്തി നെയ്പായസം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിലെ നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പണത്തെ സംബന്ധിച്ച വഞ്ചനയും കൃത്രിമവും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വീട്ടിൽ സമാധാനം വർദ്ധിക്കും. സ്ഥാനക്കയറ്റം ലഭിക്കും. മാനഹാനിയിൽ നിന്ന് മോചനം ഉണ്ടാകും. ധനാഗമവും ധനനഷ്ടവും തുല്യതയിൽ പോകും. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ഇരട്ടിക്കും. ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കുക. പനി, ചുമ, രക്തസ്രാവം, ഉദരബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. കഴിയുന്നതും ശസ്ത്രക്രിയകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. സർക്കാർ ഓഫീസുകളിലെ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം കണ്ടു തുടങ്ങും. ശത്രുഭയം കുറഞ്ഞു തുടങ്ങും. കഠിനമായ ദുഃഖ അനുഭവങ്ങൾക്കിടയുണ്ട്. വഴി നടക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് അതിന് പരിഹാരം ലഭിക്കും. ബന്ധുജനങ്ങളുമായിട്ട് ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പുതിയ ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ്. തൊഴിൽ രംഗം ഇതുവരെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. നാൽക്കാലികളുടെയും ഭൂമിയുടെയും കച്ചവടം മെച്ചപ്പെടും. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുര സുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിലെ നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ അവസരങ്ങളുണ്ട്. തൊഴിൽ രംഗം ഇതുവരെ ഉള്ളതിനേക്കാൾ മെച്ചപ്പെടുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. സ്വയം തൊഴിലിൽ കൂടുതൽ മുതൽ മുടക്കാതിരിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല അവസരമാണ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസഹായം ലഭിക്കും. മറ്റുള്ളവരുടെ വഞ്ചനയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. സുഗമമായ ഉറക്കം ലഭിക്കും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹം വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. എതിരാളികളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും.
ധനസമൃദ്ധി ഉണ്ടാകും. അഭീഷ്ട കാര്യങ്ങൾ സാധ്യമാകും. വരും ദിവസങ്ങളിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും. അധികാരശക്തി പ്രയോഗിച്ചുകൊണ്ട് കാര്യസാധ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളുമായിട്ടുള്ള വിരോധങ്ങളൊക്കെ മാറും. ധനകാര്യ പ്രവർത്തികൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. അച്ഛനോ തത്തുല്യവർക്കോ ഉള്ള ക്ലേശ അനുഭവങ്ങൾ മാറിത്തുടങ്ങും. ചില ഭാഗ്യ അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. നേത്രരോഗം, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്ക് യുക്തമായ ചികിത്സകൾ വേണം. വിവാഹ ആലോചനകൾ സഫലമാകുകയും ചെയ്യും. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. ഇവരുടെ ജീവിതത്തിൽ ഇവർ ചെയ്ത നല്ല കർമ്മങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങും. ചിലവുകൾ നിയന്ത്രണ വിധേയമായിരിക്കും. നല്ലതെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇരട്ടി ഫലം ഇവർക്ക് ലഭിച്ചു തുടങ്ങും. ശരീരക്ഷീണം കുറയും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ കലഹങ്ങൾ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് മൂർധന്യതയിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം. രോഗാരിഷ്ടതകൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. ശത്രുഭയം കുറഞ്ഞു തുടങ്ങും. പല കാര്യങ്ങളും സാമർഥ്യത്തോടെ ചെയ്യാൻ ആകും. അലങ്കാര സാധനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, നാൽക്കാലികൾ, കൗതുകത്തോടെ വളർത്തുന്ന പക്ഷികൾ ഇവ വാങ്ങാൻ സാധിക്കും. നീച സ്ത്രീകളുമായിട്ടുള്ള സംസർഗം ഈ കാലഘട്ടത്തിൽ സൂക്ഷിക്കണം. ദൂരയാത്രകൾ കൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാകും. മനോദുഃഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും. വിവാഹാദി മംഗളകർമ്മങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി ഈ ജൂൺ മാസത്തിൽ തന്നെ വിവാഹം ഉറപ്പിക്കാനുള്ളൊരു ഭാഗ്യവും ഇവർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ തൊഴിൽ രംഗം ഇതുവരെ വെച്ചുള്ളത് നോക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെടുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർക്ക് അപവാദം കേൾക്കേണ്ടതായിട്ട് വരും. കള്ളന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് കരകയറും. ആർത്തവ പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് ബന്ധിയായ അസുഖങ്ങൾ ഇവ കൂടുതൽ ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി കന്നിക്കൂറിൽ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കാണും. പലവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനനഷ്ടങ്ങൾ ഒട്ടും കുറയത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥന വേണ്ടൊരു രാശിക്കാർ തന്നെയാണ് ഇവർ. ജോലിക്ക് കരാർ എടുക്കുന്നവർക്ക് നല്ല പ്രവൃത്തികൾ പ്രതീക്ഷിക്കാം. പലവിധ അനർത്ഥങ്ങൾക്കും ഇടയുണ്ട്. മനോവ്യാധികൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും മാറും. നല്ല രീതിയിൽ സംസാരിക്കുമെങ്കിലും മറ്റുള്ളവർ അത് മോശമായ നിലയിൽ എടുക്കാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ചില മനോദുഃഖങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്ന ചില സാധ്യതകളും കാണുന്നുണ്ട്. ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ആവശ്യമില്ലാതെ കുറെ നടക്കേണ്ടതായിട്ട് വരും. വാതരോഗത്തിൻ്റെ ഉപദ്രവം വിട്ടൊഴിയും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുനർവിവാഹം വേണ്ടവർക്ക് ആലോചന തുടങ്ങാൻ നല്ല സമയമാണ്. തർക്ക വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇവർ ദോഷപരിഹാരത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി തുലാക്കൂറിൽ ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. അവിചാരിതമായി ചില പ്രധാന കാര്യസാധ്യങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. പ്രാർത്ഥനകൾക്ക് ഫലം കാണും. ഭയം വിട്ടൊഴിയും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ധനാഗമങ്ങൾ ഉണ്ടാകും. സ്ഥാനമാനങ്ങൾക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. പ്രായോഗിക ബുദ്ധിയും വാക്സാമർഥ്യവും കൊണ്ട് എല്ലായിടത്തും വിജയിക്കാനാകും. ഇഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങൾ ലഭിക്കും. ബന്ധുജന സഹായം ലഭിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങളും ബന്ധുക്കളുടെ സഹായവും ലഭിക്കും. സന്താനങ്ങൾ അകന്നു പോകുന്നത് ദുഃഖത്തിന് സാധ്യതയുണ്ടാക്കും. കേസുകാര്യങ്ങളിൽ വിജയിക്കും. വിവാഹ ആലോചനകൾ ഫലവത്താകുകയും ചെയ്യും.
ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് എള്ളുപായസം നിവേദിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക.